ഒരു തേങ്ങയുടെ ചിരട്ടയും 40 രൂപയും കൂടെ മുടക്കിയാൽ നിങ്ങൾക്ക് അടിപൊളി ഒരു ചെറുതേനീച്ച കോളനി ഉണ്ടാക്കിയെടുക്കാം. വേണ്ടത് ഒരു എംസിയിൽ, അതേപോലെ ഒരു സെല്ലോ ടേപ്പ്, പിന്നെ ഒരു കുഴലുമാണ്. ഈ എംസിയിലും ഈ കുഴലും ഒക്കെ നമുക്ക് പ്ലംബിംഗ് സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ നിന്ന് വാങ്ങുവാൻ കിട്ടും. ചെറുതേനീച്ച കോളനിയുടെ വാതിലിന്റെ ഫ്രണ്ടിൽ ഈ കുഴലിന്റെ ഒരറ്റം ഇതേപോലെ ഫിക്സ് ചെയ്തിട്ട് അവിടെ എംസിയിൽ വെച്ചിട്ട് ഇതേപോലെ ഫിക്സ് ചെയ്യുക. ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ കുഴലിനകത്തൂടെ ഈ തേനീച്ചകൾ സഞ്ചരിക്കാൻ തുടങ്ങും. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ തേങ്ങയെല്ലാം പൊട്ടിച്ചതിന് ശേഷം വലിയ ചിരട്ടകൾ കാണും. വലിയ തേങ്ങകൾ കിട്ടുമ്പോൾ അതിൻ്റെ ചിരട്ട നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്ത ശേഷം ഉണക്കിയിട്ട് ഇതേപോലെ നമ്മൾ ഒന്ന് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ചിരട്ട 2 എടുത്തിട്ടുണ്ടല്ലോ, ഈ 2 ചിരട്ടയിലും ഓരോരോ കിഴുത്തകൾ കാണണം. നമുക്ക് ഓൾറെഡി നമ്മുടെ ഈ ഒരു ചിരട്ടയിൽ കിഴുത്ത കാണും. ആ 3 കണ്ണിൻ്റെ ഒരെണ്ണം നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കിഴുത്തയാക്കി എടുക്കാം. പിന്നെ മറ്റേ അറ്റത്തെ ആ ചിരട്ട ഉണ്ടല്ലോ, ആ ചിരട്ടയിൽ നമ്മൾ ആണി കൊണ്ട് നമ്മൾ ഒരു കിഴുത്ത ഉണ്ടാക്കണേ. എന്നിട്ട് ഈ കുഴലിൻ്റെ ഒരറ്റം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചിരട്ടയുടെ ഒരു കിഴുത്തയിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് ഇതേപോലെ എംസിയിൽ വെച്ചിട്ട് ഉറപ്പിക്കുക. കുറേ സമയത്തിന് ശേഷം ഈ തേനീച്ചകൾ പതുക്കെ പതുക്കെ ഈ ചിരട്ടയ്ക്കകത്തേക്ക് വരികയും അവിടെ അത് കോളനി സ്ഥാപിക്കുകയും പിന്നെ റാണിയെല്ലാം ഇതിനകത്തേക്ക് സെറ്റ് ആകുകയും നമുക്ക് അതിന് ശേഷം നമുക്ക് ഈ കുഴൽ മാറ്റിയിട്ട് ആ ദ്വാരം അടച്ചിട്ട് നമുക്ക് മറ്റൊരു കോളനി ആക്കി എടുക്കുകയും ചെയ്യാം. മഴയും വെയിലും ഒന്നും നേരിട്ട് പതിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഓട് വെച്ച് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ഏകദേശം 3 മാസം ടൈം എടുക്കും ഇതിനകത്ത് കോളനി ആകാൻ വേണ്ടി. 1500 മുതൽ 2000 വരെയാണ് ഒരു ചെറുതേനീച്ച കോളനിയുടെ വില. ഒരു പക്ഷേ കേരളത്തിലെ വീടുകളുടെ ചുവരുകളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ഇതേപോലെ ഉള്ള തേനിന്റെ രൂപത്തിൽ ഉണ്ടായിരിക്കും. അപ്പോഴേ തേൻ എടുത്തിട്ട് നമ്മളെല്ലാം ലക്ഷപ്രഭുക്കളാവാൻ പോവാണ്. ഇതിന്റെ റിസൾട്ട് ഞാൻ ഉടനെ ഇടാവേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.